മോളെ ഋതു, മോളെ വെറുതെ വിട്ടല്ലേട്ടാ. കേസുണ്ട് യാമിനി, ഇപ്പൊ ജാമ്യത്തിൽ വിട്ടതാ. കുഴപ്പമൊന്നുമില്ലല്ലോ. അവര് തല്ലിയൊന്നുമില്ലല്ലോ. അവര് കൊല്ലും. ഋതുമോളെ അല്ല, വേറെ ചിലരെ. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് മറുപടിയാ പറയണ്ടേട്ടാ? മോള് നല്ല ടയർഡാ. ഇവിടെ വിളിച്ച് അകത്തോട്ട് കൊണ്ടുപോയി വെള്ളോ ആഹാരം എന്താ കൊടുക്ക്. മോള് വാ. സീമാണല്ലോ. ഹലോ. ആ, എവിടാ? ഞാൻ വീട്ടിലെത്തി. ജാമ്യം തരാൻ അവർക്ക് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഇല്ല സാർ. തൽക്കാലം രക്ഷപ്പെട്ടത് ഋതുമോള് കുറ്റം ഏറ്റെടുത്തുകൊണ്ടാ. ഇല്ലെങ്കിൽ വർമ്മ സാർ രാജിവെക്കേണ്ടി വരുമായിരുന്നു. ഉറപ്പായും. നീ ഋതുമോളുടെ കാര്യമല്ലേ, അത് നമുക്ക് നോക്കാം സാറേ. ശരി സാർ. ശരി സാർ. ഹലോ സാറേ, ഞാൻ പ്രതികളുടെ കാര്യം അറിയാൻ വിളിച്ചത്. ജാമ്യത്തിന് വിട്ടല്ലോ. വർമ്മ സാറൊന്ന് മോളെ കൊണ്ടുപോയി. താങ്ക് യു സാർ. പക്ഷെ കേസുണ്ടാകും രാജു. കേസ് വളരെ സ്ട്രോങ്ങാണ്. സാക്ഷികളൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. അവിടെ വെച്ച് 3-4 പേര് കണ്ടവരുണ്ട്. താങ്ക് യു സാർ. ദൈവമേ, ജീവിതത്തിൽ ഒരിക്കലും പിരിയില്ല എന്ന് കരുതിയതാ. പക്ഷേ എൻ്റെ ഋതുവിനെ മറന്ന് ഞാൻ എങ്ങനെ അന്യദേശത്തേക്ക് പോവും? നിനക്ക് നിന്റെ അച്ഛനെ വേണോ അതോ രാജുവിനെ വേണോ? എനിക്കെന്റെ അച്ഛനെ മതി. രാജുവിനെ എനിക്ക് വേണ്ട. ദൈവമേ, എന്റെ രാജു, എന്റെ അച്ഛനെ തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ എന്റെ സ്വത്തുക്കൾ കളഞ്ഞു. എന്റെ രാജുവിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. എനിക്കെന്റെ രാജുവിനെ പിരിഞ്ഞ് ജീവിക്കാനേ പറ്റില്ല.